മാടായി കോളേജ് നിയമന വിവാദത്തിൽ കണ്ണൂർ കോൺഗ്രസിൽ കലാപം തുടരുകയാണ്. പ്രതിഷേധം തുടരാനാണ് വിമത വിഭാഗത്തിന്റെ നീക്കം. എം.കെ. രാഘവൻ എം.പിക്കെതിരെ പയ്യന്നൂരിലെ കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. രാഘവൻ ഒറ്റുകാരൻ എന്നാണ് പോസ്റ്ററുള്ളത്. നമ്മുടെ രാഘവൻ അനുകൂലികൾ പോസ്റ്ററുകൾ പക്ഷേ നശിപ്പിച്ചു. അർജുൻ കല്യാട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, തുറന്ന യുദ്ധത്തിലേക്കാണല്ലേ കാര്യങ്ങളുടെ പോക്ക്? തീർച്ചയായിട്ടും അരുൺ, അതായത് ആദ്യം വാഹനം തടയൽ, അതിനു പിന്നാലെ സസ്പെൻഷൻ, പിന്നീട് പരസ്യ പ്രതിഷേധം, കോലം കത്തിക്കൽ, അതിന് തൊട്ടു പിന്നാലെ സംഘർഷം, കയ്യാങ്കളി, തമ്മിൽ തല്ല്, അതിന് തൊട്ടു പിന്നാലെ പോസ്റ്റർ ഒട്ടിക്കൽ, അത് കീറൽ. ഈ ഒരു ചടങ്ങുകൾ അല്ലെങ്കിൽ ഈ ഒരു കലാപം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കോൺഗ്രസിനകത്ത് വലിയ തലവേദനയായിരിക്കുകയാണ്. തലപുകഞ്ഞ് KPCC നേതൃത്വം ഉൾപ്പെടെ ആലോചിച്ചതിന് ശേഷമാണ് ഒരു 3-അംഗ സമിതിയെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചിട്ടുള്ളത്. അടിയന്തരമായി വളരെ പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട് ഒരു പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പോസ്റ്റർ ഒട്ടിക്കലും വിവാദവും ഇന്നലെ രാത്രിയാണ് ഉണ്ടായിട്ടുള്ളത്. പോസ്റ്റർ ഒട്ടിച്ചത് പയ്യന്നൂരിലെ കോൺഗ്രസ് ഓഫീസിൻ്റെ ചുമരിലാണ്. അതിന് തൊട്ടു പിന്നാലെ പോസ്റ്റർ ഒട്ടിച്ച കാര്യം എതിർ വിഭാഗം അറിഞ്ഞതോടുകൂടി തന്നെ എം.കെ. രാഘവൻ അനുകൂലികൾ അവിടത്തേക്ക് എത്തി ആ പോസ്റ്ററുകൾ കീറിയെറിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും ഒരുപക്ഷെ ഇനി ഈ വിമത വിഭാഗം ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്തെത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ തന്നെ ഒരു തെരുവ് യുദ്ധമായി അല്ലെങ്കിൽ തെരുവിലുള്ള ഒരു തമ്മിൽ തല്ലായി മാറാനുമുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും വലിയ ഒരു സംഘടനാ പ്രതിസന്ധിയിലേക്കാണ് കോൺഗ്രസ് കണ്ണൂരിൽ എത്തിയിരിക്കുന്നത്. DCC നേതൃത്വം തന്നെ എം.കെ. രാഘവൻ്റെ ഈ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് KPCC നേതൃത്വത്തെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ DCC നേതൃത്വം തന്നെ ഇങ്ങനെയൊരു നിലപാട് എം.കെ. രാഘവനെതിരെ എടുത്തു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായും വലിയ ഒരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ മാറും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു സംഘടനാ പ്രതിസന്ധി കണ്ണൂരിൽ കോൺഗ്രസ് അഭിമുഖീകരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും മനസ്സിലാവാത്തത് KPCC അധ്യക്ഷൻ K. സുധാകരൻ ഇന്നലെ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് കണ്ണൂരിലെത്തിയപ്പോൾ ഇതിനകത്ത് ഒരു ഇടപെടൽ നടത്തി. അതായത് ഇത്തരത്തിൽ ഈ ഒരു രമ്യമായ പ്രശ്നപരിഹാരത്തിന് കാര്യങ്ങൾ നീക്കണം എന്നുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പരിഹാരത്തിന് ശ്രമം ആരംഭിച്ചു എന്നുള്ള കാര്യം പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പക്ഷേ ഇപ്പോഴും മനസ്സിലാവാത്തത് കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണൂരിൻ്റെ കോൺഗ്രസിൻ്റെ ഒരു ചലനങ്ങൾ പോലും വലിയ രീതിയിൽ നിരീക്ഷണ വിധേയമാക്കുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന K. സുധാകരൻ MP ഇതിനകത്ത് ഒരു നിലപാടെടുത്ത് K. സുധാകരൻ MP ശക്തമായി ഇത് പറ്റില്ല എന്നൊന്നും കണ്ണുരുട്ടി പറഞ്ഞാൽ അടങ്ങുന്ന കോൺഗ്രസ്സുകാരെ കണ്ണൂരിലുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ കാലത്തെ രാഷ്ട്രീയ ചരിത്രം അങ്ങനെയാണ്. അപ്പോൾ സ്വാഭാവികമായും K. സുധാകരൻ MP എന്തുകൊണ്ടാണ് ഇതിനകത്ത് ഇടപെടാത്തത് വ്യക്തമാണ്. ചോദ്യത്തിന് പിന്നിൽ ഒരു സംശയമുള്ളത്, ഇപ്പോൾ ഈ K. സുധാകരൻ ഇതിൽ മൗനം പാലിക്കുന്നു എന്നുള്ളത് അർത്ഥഗർഭമായിട്ടുള്ളൊരു മൗനമാണോ? കണ്ണൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് തൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരിൽ ഒരാളെ പൊളിറ്റിക്കലി പ്ലാൻ ചെയ്യാനുള്ളൊരു നീക്കത്തിൻ്റെ ഭാഗമായി എം.കെ. രാഘവനെതിരെ നീക്കം നടത്തുന്നു എന്നൊക്കെയാണ് അണിയറയിലെ സംസാരം. അതായത് K. സുധാകരൻ്റെ മൗനാനുവാദം ഇപ്പോൾ നടക്കുന്ന എം.കെ. രാഘവനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങളിലുണ്ടെന്ന് ഒരു വിഭാഗം പറയുന്നു. അതിൻ്റെ ലക്ഷ്യം കോഴിക്കോട്ട് ഒരു പ്രമുഖനായ നേതാവിന് എം.കെ. രാഘവൻ ഒഴിഞ്ഞാൽ ആ സ്ഥലത്തേക്ക് വരാനുള്ളൊരു വഴിയുണ്ടാക്കലാണ് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ടോ അർജുൻ കല്യാൺ? തീർച്ചയായിട്ടും കോൺഗ്രസ് രാഷ്ട്രീയമാണല്ലോ. അപ്പോൾ എന്തായാലും ഈ അണിയറ നാടകങ്ങൾ പലതും നടക്കുന്ന ഒരു വേദി കൂടിയാണ് കോൺഗ്രസ് രാഷ്ട്രീയം. കണ്ണൂരിൽ പ്രത്യേകിച്ച് K. സുധാകരൻ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. സംസ്ഥാനത്തൊട്ടാകെ നടക്കുന്ന ചില നീക്കങ്ങളുടെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ചില ഒരു മൗനാനുവാദം ഈ പ്രതിഷേധത്തിനൊക്കെ പിന്നിലുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും എം.കെ. രാഘവൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി K. സുധാകരനിൽ നിന്നും അല്ലെ K. സുധാകരൻ്റെ ഒരു കൂടെ ചേർന്ന് നിൽക്കുന്നതിൽ നിന്ന് അല്പം ഒന്ന് വിഭിന്നമായി ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ള ചില അടക്കം പറച്ചിലുകൾ ഉണ്ട്. അതുകൊണ്ട് കൂടിയാണ് K. സുധാകരൻ തന്നെ കൈവിട്ടിട്ടുള്ള ഒരാളെ ഇനിയിപ്പോൾ അങ്ങനെ വലിയ രീതിയിൽ സംരക്ഷിക്കേണ്ടതില്ല, അല്ലെങ്കിൽ തൻ്റെ കൂടെ ഇല്ലാത്ത ഒരാളെ അങ്ങനെ സംരക്ഷിക്കേണ്ടതില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നത്. അതിന്റെ തീയതി വല്ലതും നിശ്ചയിച്ചതായിട്ട് അറിയാമോ അർജുൻ കല്യാൺ? നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം KPCC നിയോഗിച്ച 3-അംഗ സമിതിയാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അതിൻ്റെ ചെയർമാൻ. മുത്തലീബും അതുപോലെ തന്നെ K. ജയന്തും KPCCയുടെ ഭാരവാഹികളാണ്. അവർ അടുത്ത ദിവസം തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്നുള്ളതാണ് KPCC തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ, ഇന്ന് എന്തായാലും എത്താൻ സാധ്യതയില്ല, അടുത്ത ദിവസം തന്നെ അവർ ആ സമിതി അംഗങ്ങൾ ഇവിടത്തേക്ക് എത്തും. ഓക്കെ, താങ്ക് യു അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്. മാടായി കോളേജിലെ നിയമന വിവാദത്തിൽ പോരാട്ടം കടുക്കുകയാണ്.